നമ്മുടെ ഈ കൊച്ചു കേരളം ലഹരിയിലേക്ക് മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുന്നു. വരും തലമുറ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഭയം കൂടാതെ എങ്ങനെ ജീവിക്കും എന്നതൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു പോകുന്ന നമ്മുടെ മക്കൾ തിരിച്ച് വീട്ടിലെത്തുന്നത് ചേതനയേറ്റ ശരീരമായിട്ടാണ്. റോഡോരങ്ങളിലും സമൂഹത്തിന്റെ നടുക്കും പട്ടിയെ കൊല്ലുന്നത് പോലാണ് ഇന്ന് നമ്മുടെ കൊച്ചുമക്കളെ വെട്ടിനുറുക്കിയും ശാരീരികമായി വേദനിപ്പിച്ചും കൊന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കണ്ടു നിൽക്കുന്ന കാഴ്ചക്കാർ മാത്രമായി നമ്മൾ ഒതുങ്ങുന്നു. എന്തുകൊണ്ട്? ഭയമാണോ? ഇതിന് കാരണം ഭയമാണോ? അതോ അവർ വളർന്നോട്ടെ എന്ന് കരുതിയിട്ടാണോ? ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് സ്ത്രീകൾ പോലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിക്കൊണ്ടിരിക്കുന്നു. എന്തിനും ഏതിനും സ്ത്രീകൾക്ക് വരെ ഇന്ന് മദ്യം, ലഹരി വേണം. ലഹരി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സന്തോഷങ്ങൾ ഉണ്ടാവുകയുള്ളൂ. പുരുഷന്മാരോട് ഒപ്പം തന്നെ സ്ത്രീകളും ഇന്ന് അതിലും ഒരു പടി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളും മദ്യത്തിനും മയക്കുമരുന്നിനും. എന്തുകൊണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത് സംഭവിക്കുന്നു? എന്താണ് ഇതിന് കാരണമെന്ന് മനസ്സിലാകുന്നില്ല. ഒരു കൂട്ടം സമൂഹത്തിന് മുമ്പിൽ പട്ടിയെ കൊല്ലുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ അടിച്ചും തല്ലിയും ശാരീരികമായി വേദനിപ്പിച്ച് കൊന്നുകൊണ്ടേയിരിക്കുന്നത് വെറും കാഴ്ചക്കാരെ കണ്ട് ആസ്വദിച്ച് നിൽക്കാൻ മാത്രം കഴിയുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുന്നു. അതുമല്ലെങ്കിൽ എൻ്റെ ചാനലിൽ അത് ആദ്യം വീഴണം, എനിക്ക് വേണം അതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് വീഡിയോ പിടിച്ചു നിൽക്കുന്ന കുറേ ആൾക്കാർ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിൽ കൂടുതലും കാണുന്ന ഒരു സംഭവമാണ്. ചെറിയ ചെറിയ തർക്കത്തിന്റെ പേരില്, വീട്ടു പ്രശ്നത്തിന്റെ പേരില് കൂട്ടുകാർ തമ്മിലിരുന്ന് സംസാരിക്കുന്നതിനിടയ്ക്കുണ്ടാവുന്ന ചെറിയൊരു വാക്കിന്റെ പേരില് ഒക്കെ കൊലപാതകങ്ങൾ ഇന്നൊരു ഹരമായിരിക്കുന്നു കേരളത്തില്. അത് ചോദ്യം ചെയ്യാൻ ഒരു പട്ടി പോലും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്താണ് ഇതിന് കാരണം? ഇന്ന് എനിക്കെങ്കിൽ നാളെ നിങ്ങൾക്കെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. ഇന്ന് എൻ്റെ ഭവനത്താണ് അങ്ങനെ ഒരു അവസ്ഥയെങ്കിൽ നാളെ നിങ്ങളുടെ ഭവനത്തേക്ക് അത് വരുന്നെത്താൻ അധിക താമസമില്ല എന്നുള്ള സത്യം നിങ്ങൾ മറന്നു പോകുന്നു. കാരണം ഇന്ന് നയിക്കുന്നത് മദ്യമാണ്, മയക്കുമരുന്നാണ്, ലഹരിയാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ലഹരിയാണ്. ഇതിൽ നിന്നൊരു വിടുതൽ ഉണ്ടാകുമോ? ഇത് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച വിഷയം എന്ന് പറഞ്ഞാല് ഇതിനകത്ത് ചെറിയ മക്കളാണ് ഏറ്റവും കൂടുതൽ പെട്ടുകിടക്കുന്നത്. ചെറിയ മക്കള്, അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പോലും രക്ഷപ്പെടാൻ പറ്റാത്ത തരത്തിലേക്ക് അവർ താഴ്ന്നുകൊണ്ടിരിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും, അതായത് ലഹരിയിലേക്ക് ചെന്ന് അത് പതിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഈ കൊച്ചു കേരളം. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്തായിരിക്കും ഇതിന് കാരണം? ചോദിക്കാതെ തരമില്ല. കാരണം ഈ ഇടയ്ക്കുള്ള മരണവാർത്തകളിൽ മുഴുവനും ചെറിയ ചെറിയ തർക്കങ്ങളുടെ പേരിൽ കൊലപാതകം നടന്നത്. അത് മദ്യത്തിന്റെ പേരിൽ, മദ്യത്തിന്റെ ലഹരിയിൽ അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ ലഹരിയിലൊക്കെയാണ് ഇത് സംഭവിച്ചേക്കുന്നത്. ലഹരി ഒരു ഹരമാക്കി വളർത്തിയേക്കുന്നു നമ്മുടെ വരും തലമുറയെ. നാളത്തെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് മാതൃകയാകേണ്ട, വഴികാട്ടിയാകേണ്ട നമ്മുടെ ഈ കൊച്ചു മക്കളിലേക്ക് ഈ ലഹരി പടർന്നു കയറിക്കൊണ്ടേയിരിക്കുന്ന അവരുടെ സിരകളിലെ രക്തക്കുഴലുകളിലേക്ക് ഒക്കെ ലഹരിയാണ് ഇന്ന് മുഖ്യമായിട്ട് നിൽക്കുന്നത്. അവിടെ ബന്ധങ്ങളോ സ്വന്തങ്ങളോ സ്നേഹങ്ങളോ ഒന്നും നിലനിൽക്കുന്നില്ല ഇന്നത്തെ തലമുറയിൽ. ഇതിന് മാറ്റം ഉണ്ടാകുമോ? ചോദിക്കാതെ തരമില്ല. ഇതിന് മാറ്റം ഉണ്ടാകുമോ? എന്നെ ഇത് പറയുന്നത് കൊണ്ട് എന്നെ വിമർശിക്കാൻ ഒരുപാട് പേരുണ്ടാകും. എന്നെ കുറ്റം പറയാനും കളിയാക്കാനും എന്നെ എങ്ങനെയൊക്കെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാവും. പക്ഷെ എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. കൺവെട്ടത്ത് കാണുന്ന കുറെ കാഴ്ചകള്. ഈ ഇടയ്ക്ക് തന്നെ ബാറിന്റെ മുന്നിൽ ഒരു പയ്യനെ സഹിക്കാൻ പറ്റത്തില്ല. ഒരു മാതാപിതാക്കൾക്കും ഒരു ഭാര്യയ്ക്കും ഒരു മകൾക്കും
സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. കാഴ്ചക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ തർക്കങ്ങളുടെ പേരിൽ, ബന്ധുക്കൾ തമ്മിലുള്ള തർക്കങ്ങളുടെ പേരിലൊക്കെ അവിടെ കൊലപാതകം പണ്ടുകൊണ്ട് തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ കൊലപാതകം നടക്കാറില്ല. കുറേ നാൾ പിണങ്ങിയിരിക്കും, വീണ്ടും ഒന്നിക്കും, അങ്ങനെ പോയിട്ടുള്ളൂ. പക്ഷെ ഇന്ന് സെക്കൻഡുകൾക്കുള്ളിൽ കൊലപാതകം നടക്കുന്നു. ഭയപ്പെടേണ്ടതുണ്ട് നിന്റെ തലമുറയെ നീ. ശരിയാണോ അല്ലേ? നിങ്ങൾ തന്നെ പറ.